ഹായ് ഓൾ, എല്ലാവർക്കും ഈസി എക്കണോമിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാര്യം നമ്മുടെ LD റാങ്കുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. പിന്നെ തുടർന്ന് നാളത്തെ ASM എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. അപ്പോൾ ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി എന്ത് ചെയ്യുക, നാളെ എക്സാം ഹോളിലേക്ക് ഇരിക്കുക. നെഗറ്റീവ്സ് ഒന്നും വരാതെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ പറ്റണം. ശരി, അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നോക്കേണ്ട ഒരു അവസാന നിമിഷം നോക്കി വയ്ക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ചോദ്യങ്ങളിലൂടെ, ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നോക്കിയെന്ന വിശ്വാസത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. നമുക്ക് നോക്കി വയ്ക്കേണ്ട ഭാഗങ്ങൾ ഒന്ന് പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ് എന്ന ഭാഗം. നമുക്ക് ഒന്നോ രണ്ടോ ചോദ്യം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റാവുന്നൊരു ഭാഗമാണ്. പിന്നീട് നവസാമ്പത്തിക പരിഷ്കരണങ്ങൾ, തീർച്ചയായിട്ടും ആ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അതിൽ +1 NCERTയിലെ ആ ഒരു ചാപ്റ്റർ വായിക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് തന്നെയാണ് കൂടുതലും ചോദ്യം വരാറുള്ളത്. പിന്നീട് ഹരിത വിപ്ലവം എന്ന ഭാഗം ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. പിന്നീട് ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കിങ് മേഖല, പിന്നെ നമ്മുടെ നബാർഡൊക്കെ ഉൾപ്പെടുന്ന, അതുപോലെ RBIയുടെയൊക്കെ ചോദ്യങ്ങൾ വരാൻ പറ്റുന്ന ആ ഒരു ഭാഗം. പിന്നീട് നമ്മുടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ എന്നുള്ള ആ ഒരു ബേസിക് സാമ്പത്തിക രംഗം എന്ന ഭാഗം. പിന്നീട് 2025 ബഡ്ജറ്റ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ എക്കണോമിക്സിൻ്റെ ഒരു അവസാന റൗണ്ട് റിവിഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് 2024 ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ എടുത്തു വച്ചിട്ടുള്ളത്. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നവസാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു LPG റിഫോംസിനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം, ശരിയാണ്. അത്യാവശ്യം നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് LPG റിഫോംസ്? ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയ വർഷം എന്നാണ്. ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നത് എന്നാണ് 1991 എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ LPG റിഫോംസ് നടപ്പിലാക്കുന്നത് 1991. 1991 നവസാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്, അല്ലെ? PV നരസിംഹറാവു ആണ്. എങ്കിൽ ആ സമയത്ത് രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ശരിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1990 ഒരു ഗൾഫ് യുദ്ധമാണ് ശരിക്കും നമ്മുടെ നവസാമ്പത്തിക പരിഷ്കരണത്തിന് കാരണക്കാരനാകുന്നത്. ഗൾഫ് യുദ്ധമാണ്. ഗൾഫ് യുദ്ധത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ വളരെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവുകയാണ്. അത് തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അത് വ്യാപിക്കുന്നു, അല്ലേ? അങ്ങനെ ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത് 90കളിലുണ്ടായ ഗൾഫ് യുദ്ധം മിക്ക രാജ്യങ്ങളിലെയും എന്ത് ചെയ്യാണ്, ആ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇന്ത്യയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഗൾഫ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയുടെ ആ ഒരു വിദേശ നാണ്യ കരുതൽ ശേഖരം ഇനി 2 ആഴ്ചത്തേക്കേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങി എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വായിക്കുക. എല്ലാ രാജ്യങ്ങളും സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യാൻ 6 ആഴ്ചകളോളം എന്ത് ചെയ്യാറുണ്ട്, 6 ആഴ്ചകളിലേക്കുള്ള വിദേശ നാണ്യമെങ്കിലും മിനിമം സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ അത് 2 ആഴ്ചയിലേക്ക് മാത്രമേ ഉള്ളൂ, അല്ലേ? അതുപോലെ ഗവൺമെൻറ് കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തൊരവസ്ഥ, ഗവൺമെൻറ് ധനക്കമ്മി ഒരുപാട് ഉയർന്നു, അല്ലെ? അതുപോലെ പണപ്പെരുപ്പോക്ക് ഒരുപാട് കൂടി വന്നു. അപ്പോൾ ഈ കാരണങ്ങൾക്ക് കാരണം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന അന്താരാഷ്ട്ര ഏജൻസികളോട് ഒരു വലിയ തുക, ഭീമമായ തുക കടം മേടിക്കാൻ രാജ്യം തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ IMFൻ്റെയും IBRDയുടെയും അടുത്തെത്തുകയാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഒരു ഭീമമായ തുക രാജ്യം കടം മേടിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ പ്രതിസന്ധിയെ, വലിയ സാമ്പത്തിക മാന്ദ്യത്തെ രാജ്യം മറികടക്കുന്നത്. പക്ഷേ ഈ ഒരു തുക മേടിക്കുന്നതിനോടൊപ്പം നമ്മുടെ IMFും IBRDയും രാജ്യത്തോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സ്റ്റെബിലൈസേഷൻ നടപടികളോടൊപ്പം നിങ്ങൾ എന്തായാലും JM കെയ്ൻസ് പറയുന്നത് അനുസരിച്ചിട്ട് ഒരു രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് ഇടപെടണം, അല്ലേ? ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് മണി സപ്ലൈ കൂട്ടണം. നമ്മുടെ ആളുകളുടെ കയ്യിലേക്കും അതുപോലെ കമ്പനികളുടെ കയ്യിലേക്കും പൈസ എത്തിച്ചു കഴിഞ്ഞാൽ ആളുകൾ സാധനം മേടിക്കാൻ തുടങ്ങും, അല്ലേ? നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധനം മേടിക്കും. നിങ്ങൾ സാധനം മേടിക്കുന്നതിനനുസരിച്ച് കമ്പനികൾ എന്ത് ചെയ്യും, ഉൽപ്പാദനം കൂട്ടണം. കമ്പനികൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവരും മാന്ദ്യത്തിലാണെങ്കിൽ ഗവൺമെൻറ് കമ്പനികളെയും സഹായിക്കണം. ശരിയാണ്. അങ്ങനെ ആ എക്കോണമിയെ നോർമൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനെയാണ് സ്റ്റെബിലൈസേഷൻ നടപടികൾ അല്ലെങ്കിൽ സുസ്ഥിര നടപടികൾ എന്ന് വിളിക്കുക. അതെല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യമാണ്.
അപ്പോൾ IMF നമ്മോടും ആവശ്യപ്പെട്ടത് നിങ്ങൾ ഈ തുക കടം മേടിക്കുന്നത് സുസ്ഥിര നടപടികൾക്കാണ്, നമുക്കറിയാം. പക്ഷേ ഈ ഒരു തുക കടം തരാം, അതിന് രാജ്യം എന്ത് ചെയ്യണം? ഇതിനോടൊപ്പം ഘടനാപരമായ ചില പരിഷ്കരണങ്ങൾ കൂടി കൊണ്ടുവരണം എന്ത് ചെയ്യാണ് രാജ്യം പറയാണ്. രാജ്യത്തോട് ആര് പറയാണ്? IMFും IBRDയും പറയാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ PV നരസിംഹറാവു ആണ്, ധനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്, അല്ലെ? ഇനി നവസാമ്പത്തിക പരിഷ്കരണത്തിന് 2 ശാഖകളാണ്. ഒന്ന് സുസ്ഥിര നടപടികളും 2 ഘടനാപരമായ നടപടികളും. ഇന്ത്യയുടെ എക്കോണമിയുടെ സ്ട്രക്ചർ തന്നെ മാറ്റാൻ പറയാണ്. അതാണ് ഘടനാപരമായ നടപടി. ഘടനാപരമായ നടപടിയിൽ 3 പേര് LPG റിഫോംസ്. ആരൊക്കെ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ ഗ്ലോബലൈസേഷൻ. അപ്പൊ ശരിക്കും നമുക്ക് ഈ പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഘടനാപരമായ നടപടിയാണ് എന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതും കൂടി അറിഞ്ഞിരിക്കുക. സുസ്ഥിര നടപടി എന്ന് പറയുന്നത് ഹ്രസ്വകാല നടപടിയാണ്. പെട്ടെന്ന് മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ GDP കൂടാം. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? മണി സപ്ലൈ നിയന്ത്രിക്കാം. ശരിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന കയറ്റുമതിയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ രൂപയുടെ മൂല്യച്യുതി കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നടപടികളെല്ലാം ഹ്രസ്വകാല നടപടിയാണ്, അതെല്ലാം സുസ്ഥിര നടപടിയാണ്. ഇനി ബാലൻസ് ഓഫ് പേയ്മെന്റ് നിയന്ത്രിക്കുക. രാജ്യത്തിന്റെ ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇറക്കുമതിയൊക്കെ ഒരുപാട് കൂടി. ആ ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ള പ്രശ്നമൊക്കെ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക, പരിഹരിക്കുക. വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക. പണപ്പെരുപ്പം നിയന്ത്രിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുക. ഇതൊക്കെയാണ് സുസ്ഥിര നടപടികൾ. ഇപ്പൊ സുസ്ഥിര നടപടി ഹ്രസ്വകാലമാണെങ്കിൽ ഘടനാപരമായ നടപടി ദീർഘകാല നടപടികളാണ്. അടിവരയിട്ട് ഓർത്തിരുന്നോണം. ഓക്കെ. ഇനി ഈ ഘടനാപരമായ നടപടികളിലാണ് ആരുൾപ്പെടുന്നത്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാറുള്ള LPG റിഫോംസ് ഉൾപ്പെടുന്നത് 1991 റിഫോംസിലെ ഘടനാപരമായ നടപടിയാണ്. ഓക്കെ. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയിലാണ് എന്ത് ചെയ്യുക? മാറ്റമുണ്ടാവുക ഇങ്ങനെ ഘടനാപരമായ നടപടികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ. സെറ്റ്. അങ്ങനെ രാജ്യത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു LPG റിഫോംസ് കൊണ്ടുവരുന്നു. അങ്ങനെ LPG റിഫോംസ് കൊണ്ടുവരുമ്പോഴേക്കും എന്താണ് LPG? L എന്ന് പറയുന്നത് ലിബറലൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഉദാരവൽക്കരണമാണ്. ഉദാരവൽക്കരണം ശരിയല്ലേ? എന്താണ് ഉദാരവൽക്കരണം? നേരത്തെ ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതിൻ്റെ ലൈസൻസ് ഒക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ പറയുന്ന നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ലൈസൻസ് വളരെ സ്ട്രിക്റ്റ് ആണ്. എത്ര ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് കാര്യമായിട്ട് ഇടപെടും. എന്ത് വിലയ്ക്ക് വിൽക്കണം, ഇതൊക്കെ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യം എല്ലാം മാറ്റിക്കൊണ്ട് സ്വകാര്യ കമ്പനികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലൈസൻസിങ് ഒക്കെ എളുപ്പമാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഉദാരവൽക്കരണം എന്ന് വിളിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ട്രിക്റ്റ് ലൈസൻസിങ് പോളിസി ഒഴിവാക്കിക്കൊണ്ട് ലൈസൻസിങ് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുന്നു. ഓക്കെ. ഇനി എന്താണ് സ്വകാര്യവൽക്കരണം? സ്വകാര്യവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുമേഖലയിലുള്ള പൊതുമേഖലാ കമ്പനികളെ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്വകാര്യവൽക്കരണം എന്ന് വിളിക്കുക. ഇനി അപ്പൊ എന്താ ആഗോളവൽക്കരണം? ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗോളവൽക്കരണം ഓർത്തിരിക്കുക. ആഗോളവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ എക്കോണമി നേരത്തെ ഒരു ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു. ഇത് ഇന്ത്യയാണ് സങ്കല്പിക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരു കമ്പനിക്ക് ഇറക്കുമതി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരോട് പറയും അവിടെ നിന്ന് ഇന്ത്യക്കകത്തുള്ള കമ്പനികൾ ഇവിടെ വിൽക്കും. ഓക്കെ, നിങ്ങൾ വിൽക്കണ്ട. അവരുടെ ടാക്സ് ഒക്കെ ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കും. ഇന്ത്യൻ കമ്പനികൾ പറയും ഇന്ത്യയിൽ തന്നെ വിറ്റാൽ മതി. ഇങ്ങനെയുള്ളൊരു സ്വാശ്രയ സമീപനമായിരിക്കും രാജ്യം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇത് മാറ്റിയിട്ട് ആർക്ക് വേണോ ഇന്ത്യയിൽ വിൽക്കാം, ഇന്ത്യൻ കമ്പനികൾക്ക് എവിടെ വേണോ കയറ്റുമതി ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നു. അതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് സംയോജിപ്പിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആഗോളവൽക്കരണം എന്ന് വിളിക്കാം. ആഗോളവൽക്കരണത്തിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ പുറം വാങ്ങൽ എന്നുകൂടി ഓർത്തിരിക്കണം. പുറം വാങ്ങൽ, ഔട്ട്സോഴ്സിങ് എന്നുകൂടി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ടെക്നോളജികളും ആളുകളും എന്ത് ചെയ്യാണ്? ഈ പറയുന്ന രാജ്യത്തിന്റെ അതിർത്തി വിട്ട് മറ്റു കമ്പനികളിലേക്കൊക്കെ, മറ്റു രാജ്യങ്ങളിലെ കമ്പനികളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? ജോലി ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതുപോലെ ടെക്നോളജികളൊക്കെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയാണ്. എങ്കിൽ അതിനെയാണ് ഔട്ട്സോഴ്സിങ് എന്ന് നമ്മൾ പറയാം. അപ്പൊ ആഗോളവൽക്കരണത്തിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് എന്ത്?
ഔട്ട്സോഴ്സിങ് എന്ന് നമുക്ക് പറയാം. സെറ്റ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ തീർച്ചയായിട്ടും ഇവിടെ ഓർത്തിരിക്കുക. പിന്നീട് 1991 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശാഖകളാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അങ്ങനെ LPG റിഫോംസിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഇന്ത്യയിൽ സേവന മേഖല കാര്യമായിട്ട് വളർന്നു. എന്തിനു ശേഷം? ഈ ഒരു നവസാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് സ്കിൽഡ് ലേബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ആളുകൾ മറ്റ് കമ്പനികൾ ഔട്ട്സോഴ്സിങ് ചെയ്യുന്നതിന് കാരണമായി. അതുമാത്രമല്ല, ഇന്ത്യയിലേക്ക് ഈ ഒരു സേവന മേഖലയിലേക്ക് ഒരുപാട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കാരണമായി. അങ്ങനെ സേവന മേഖല ഇന്ത്യയിൽ കാര്യമായിട്ട് വളർന്നു. എന്നാൽ വ്യവസായ മേഖലയ്ക്കും അതുപോലെ കാർഷിക മേഖലയ്ക്കും കാര്യമായ പുരോഗതി കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചില്ല? നമ്മുടെ LPG റിഫോംസിന് സാധിച്ചിട്ടില്ല. വ്യാവസായിക മേഖല ആ ഒരു ലെവലിൽ തന്നെ ഗ്രോത്ത് തുടർന്നു. കാര്യം ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വ്യവസായ മേഖലയിൽ അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അതെന്ത് ചെയ്യാണ്? വ്യവസായ മേഖല ആ ഒരു ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു എന്നാണ് നമ്മുടെ +1 NCERTയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കാർഷിക മേഖലയെ അത് നെഗറ്റീവായിട്ട് തന്നെ ബാധിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ കാർഷിക മേഖലയ്ക്ക് ഗുണമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ വളർച്ചാ നിരക്ക് കുറയുകയാണ് ഉണ്ടായത്. കാർഷിക മേഖല വളർച്ചാ നിരക്ക് കുറഞ്ഞു, വ്യാവസായിക മേഖല വലിയ മാറ്റമൊന്നുമില്ലാതെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. അപ്പോൾ പരിഷ്കരണ ഘട്ടത്തിൽ കാർഷിക മേഖലയിലെ സർക്കാരിൻ്റെ മൂലധന നിക്ഷേപം, പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യങ്ങളായ ജലസേചനം, വൈദ്യുതി, റോഡുകൾ, വിപണി ബന്ധിപ്പിക്കൽ, ഗവേഷണം ഇവയെല്ലാം പ്രധാന പങ്കുവഹിച്ചതാണ്. ഇവയിൽ കുറവാണ് ഉണ്ടായത്. മാത്രമല്ല, രാസവളങ്ങളുടെ സബ്സിഡി ഗവൺമെൻറ് എന്ത് ചെയ്തു? വെട്ടിക്കുറച്ചു. അത് കാർഷികോൽപാദന ചെലവ് വർദ്ധിക്കുന്നതിന് കാരണമായി. അങ്ങനെ എന്ത് ചെയ്യാണ്? കാർഷിക മേഖലയിൽ കാര്യമായ നഷ്ടം സംഭവിച്ചു. എന്തിനു ശേഷം? ഈ പറയുന്ന നമ്മുടെ നവസാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം. LPG റിഫോംസ് ഇന്ത്യയിൽ നടപ്പിലാക്കിയതിന് ശേഷം നമ്മൾ കാണുന്നൊരു കാര്യം, ഇന്ത്യയുടെ GDP ഗ്രോത്ത് കാര്യമായിട്ട് ഉയർന്നു. അപ്പോൾ GDP നിരക്ക് വർദ്ധിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നീട് വിദേശ നാണ്യശേഖരം വർദ്ധിപ്പിക്കാൻ രാജ്യത്തിന് സാധിച്ചു, ശരി തന്നെയാണ്. ഇനി കൃഷിയിൽ പുരോഗതി ഉണ്ടായി, തെറ്റാണ്. വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു, തീർച്ചയായിട്ടും ശരിയാണ്. അങ്ങനെയെങ്കിൽ ആൻസർ വരിക ഓപ്ഷൻ 1, 2 and 4 അല്ലെ. 3 എന്തായാലും ആൻസർ വരില്ല. 3 എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്തും ആൻസർ കിട്ടുമായിരുന്നു. ഓപ്ഷൻ B 1, 2, 4 സെറ്റ്. ശരി, ഇനി +1 NCERTയിൽ നമ്മൾ ഈ പറയുന്ന ഓരോ മേഖലകളിലും, വ്യാവസായിക മേഖലയിൽ ഉദാരവൽക്കരണം എന്ത് മാറ്റം കൊണ്ടുവന്നു, ബാങ്കിങ് മേഖലയിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു, അതുപോലെ വ്യാപാരത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക? സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് വായിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും നാളത്തെ എക്സാമിന്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം ഇതാണ്: താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ തെറ്റായതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ലോക വ്യാപാര സംഘടന അല്ലേ, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാ നിലവിൽ വരുന്നത്. 1995 ജനുവരി 1 ആര് വരുന്നു? WTO ജനീവ അടിസ്ഥാനമാക്കി നിലവിൽ വരുന്നു. അപ്പോൾ ഈ ജനീവ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. WTO വരുന്നത് ഗാട്ട് കരാറിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ WTO നിലവിൽ വരുന്നത്. എന്നാ നിലവിൽ വന്നത്? 1995 ജനുവരി 1 ജനീവ അടിസ്ഥാനമാക്കിയാണ് ആര് വരുന്നത്? WTO വരുന്നത്. ഇപ്പോൾ LPG റിഫോംസ് ഒക്കെ നടപ്പിലാക്കിയതിന് ശേഷമാണ് ആര് വരുന്നത്? WTO വരുന്നത് എന്ന് ഓർത്തിരിക്കണം ഇന്ത്യയിൽ. ഇനി ഇന്ത്യ ഈ ഒരു LPG റിഫോംസ് നടപ്പിലാക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു LPG റിഫോംസ് കൊണ്ടുവരുന്നുണ്ട് എന്ന് കൂടി ഓർത്തിരിക്കണം. ഇനി ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും വേൾഡ് ബാങ്കും IMFും രണ്ടിൻ്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ്? വാഷിങ്ടൺ തന്നെയാണ്. ഓക്കെ, 1944 അല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1944 ബ്രെട്ടൺ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് ലോകബാങ്കും IMFും നിലവിൽ വരുന്നത്. രണ്ടിൻ്റെയും ആസ്ഥാനം വാഷിങ്ടണിലാണ്. ഇവിടെ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, ലോകബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാ? നിലവിലെ പ്രസിഡന്റ് അജയ് ബംഗയാണ് എന്ന് ഓർത്തിരിക്കണേ. നിലവിലെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. എത്രാമത്തെ പ്രസിഡന്റ്? 14ാമത് പ്രസിഡന്റ് ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി
ഏഷ്യൻ വികസന ബാങ്ക് അല്ല, ബെയ്ജിങ് അല്ല. ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഫിലിപ്പൈൻസിലെ മനിലയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം. 1966 ഒരു പ്രാദേശിക വികസനം എന്ന രീതിയിൽ അല്ല, അതുപോലെ നമ്മുടെ ഏഷ്യ പസഫിക്കിന്റെ വികസനം എന്ന രീതിയിലാണ് എന്ത് വരുന്നത്? ഏഷ്യൻ വികസന ബാങ്ക് നിലവിൽ വരുന്നത്. ശരി, ഇപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 15ാമത്തെ ചോദ്യം. നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. പെട്ടെന്ന് ചിലപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കാര്യം ഇവിടെ ചോദിച്ചിരിക്കുന്ന ചെയർമാനെയാണ്. നമ്മൾ ഒരുപാട് തവണ ചോദ്യത്തിൽ കണ്ടിട്ടുള്ള CEO ആണ് അല്ലേ. അപ്പോൾ ചെയർമാൻ, നിതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ് എന്ന് ഓർത്തിരിക്കണേ. നിതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ മറന്നു പോരുത്, പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആദ്യത്തെ ചെയർമാനോ? നരേന്ദ്രമോദി തന്നെയാണ്. ശരി, അങ്ങനെയെങ്കിൽ എന്നാ നിതി ആയോഗ് വരുന്നത്? 2015 ജനുവരി 1 ആര് വരുന്നു? നമ്മുടെ നിതി ആയോഗ് വരുന്നു. ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്? ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ നോക്കി വെച്ചേക്കുക. പ്ലാനിംഗ് കമ്മീഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് 2014 ഇന്ത്യയിൽ എത്ര പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നു? 12 പഞ്ചവത്സര പദ്ധതികൾ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്നാ അവസാനിക്കുന്നത്? 2014 15 പറയരുത്, 2017 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? 12ാം പദ്ധതിയുടെ കാലയളവ് അവസാനിക്കുന്നത്. അതിങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം. 12 പദ്ധതികൾ, 12ാം പദ്ധതി 2012 തുടങ്ങി. കണക്ട് ചെയ്യാമല്ലോ, 12ഉം 12 കൂടെ കണക്ട് ചെയ്യാമല്ലോ. ശരി, 12 5 കൂട്ടിയാൽ 2017. എന്തിനാ 5 കൂട്ടുന്നത്? പഞ്ചവത്സര പദ്ധതി 5 വർഷമാണ് അല്ലേ. അപ്പം അങ്ങനെയെങ്കിൽ 2017 വരെയും ആരുണ്ടായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് നിതി ആയോഗ് വരുന്നുണ്ട്. എന്നിരുന്നാലും പഞ്ചവത്സര പദ്ധതി 2017 വരെ കണ്ടിന്യൂ ചെയ്തു എന്ന് ഓർക്കണം. സെറ്റ്. എങ്കിൽ കാലാവധി പൂർത്തിയാക്കാത്ത പഞ്ചവത്സര പദ്ധതി ഏതാ? അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5th 5 year പ്ലാൻ ആണ്. ഇന്ത്യയിൽ എന്നാ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്? 1951. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് വന്നു? 1950 മാർച്ച് 15 ആര് വരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നു. സെറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിതി ആയോഗിന്റെ ഘടന തീർച്ചയായിട്ടും ഒന്ന് ഓർത്തിരിക്കണേ. 2015 ജനുവരി 1 നിതി ആയോഗ് വരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നിതി ആയോഗിന്റെ പൂർണ്ണരൂപം. നിതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് 2015 ഫെബ്രുവരി 8 അതറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ്. ഇനി സിഇഒമാരെ കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. എന്നാൽ CEO ഒരു ഓഫീസ് മാനേജ്മെന്റിന് വേണ്ടി CEO ഉണ്ട്. ആദ്യ CEO സിന്ധു ശ്രീകുള്ള, നിലവിലെ CEO ശ്രീ BVR സുബ്രഹ്മണ്യൻ. ഓക്കെ, ഇനി ആദ്യ വൈസ് ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയാണ് നിലവിലെ 16ാമത്തെ ഫിനാൻസ് കമ്മീഷണർ. ശരിയാണ്. ഇനി ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? ശ്രീ സുമൻ ബെറി ആണ് എന്ന് ഓർത്തിരിക്കണം. സുമൻ ബെറി ആണ്. ഇതിന് ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് കോഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇപ്പോൾ നമ്മുടെ CEOയെ നമ്മുടെ ലിയോ സിനിമയായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. നമ്മുടെ ലിയോ സിനിമയിൽ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ഈ ക്ലൈമാക്സ് ഓർമ്മയുണ്ടോ? അവസാനം വിജയ് വിളിക്കുന്നുണ്ടല്ലോ, സുബ്രഹ്മണി എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, സുബ്രഹ്മണ്യം. ശരി, ആദ്യ CEO സിന്ധു ശ്രീകുള്ള, ആദ്യ വൈസ് ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയ, നിലവിലെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. മറക്കരുത്, നാളത്തെ എക്സാമിന് തീർച്ചയായിട്ടും മറക്കരുത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നിതി ആയോഗിന്റെ ഘടന നോക്കുകയാണെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആയിരിക്കും. അതിനുശേഷം ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും. പ്രധാനമന്ത്രി നിയമിക്കുന്ന ഒരാൾ ഉപാധ്യക്ഷൻ. പിന്നീട് ഇവിടെ സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും ഉണ്ടാവും. സ്ഥിരാംഗങ്ങൾ എത്ര പേരാണ് എന്ന് കൃത്യമായിട്ട് അവിടെ എടുത്തു പറയുന്നില്ല. നിലവിൽ 5 പേരാണ് സ്ഥിരാംഗങ്ങൾ. ഓക്കെ, എങ്കിൽ 5ാമത്തെ സ്ഥിരാംഗമായിട്ട് അടുത്തിടെ അപ്പോയിന്റ് ചെയ്തത് ആരെയാണ്? 5ാമത്തെ സ്ഥിരാംഗമായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തിരുന്നു. 5ാമത്തെ സ്ഥിരാംഗമായിട്ട് ഒരാളെ അടുത്തിടെ അപ്പോയിന്റ് ചെയ്തിരുന്നു. അത് രാജീവ് ഗൗബയാണ്. ഓക്കെ, ഓർത്തിരിക്കണേ. 5ാമത്തെ സ്ഥിരാംഗമായിട്ട് അപ്പോയിന്റ് ചെയ്ത ആൾ രാജീവ് ഗൗബയാണ്. പ്ലാനിംഗ് കമ്മീഷനിൽ സ്ഥിരാംഗങ്ങൾ മാത്രമുള്ളപ്പോൾ നമ്മുടെ നിതി ആയോഗിൽ താൽക്കാലിക അംഗങ്ങൾ കൂടിയുണ്ട്. 2 താൽക്കാലിക അംഗങ്ങളാണുള്ളത്. ഈ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ, ഇനി അനൗദ്യോഗിക അംഗങ്ങൾ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ. ഈ നമ്പർ തീർച്ചയായിട്ടും ഓർക്കണം. ഇനി CEO ഓഫീസ് മാനേജ്മെന്റിന് വേണ്ടി പ്രധാനമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്? CEOയെ നിയമിക്കുക. ഇപ്പം ആരാണ് ചെയർമാൻ, ആരാണ് പ്രധാനമന്ത്രി പിടികിട്ടിയിട്ടുണ്ടായി. ശരി, അങ്ങനെയെങ്കിൽ നിതി ആയോഗിന്റെ ഭരണസമിതി അറിയപ്പെടുന്ന പേര് ഗവേണിംഗ് കൗൺസിൽ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഗവേണിംഗ് കൗൺസിൽ
അല്ലെങ്കിൽ നിതി ആയോഗ് എപ്പോഴും സഹകരണ ഫെഡറലിസത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. സഹകരണ ഫെഡറലിസം ഓക്കെ. അതിന് പ്രധാന കാരണമായിട്ട് നമുക്കിവിടെ പറയാം, ഈ പറയുന്ന നിതി ആയോഗിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗവേണിംഗ് കൗൺസിലാണ്. ആ ഗവേണിംഗ് കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അംഗമാണ്. അപ്പോൾ സംസ്ഥാനത്തിന് കൂടി പ്രാതിനിധ്യം ഉള്ളത് കൊണ്ട് നിതി ആയോഗ് സഹകരണ ഫെഡറലിസത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഇവിടെ അംഗമായിരിക്കും, നിതി ആയോഗിൽ അംഗമായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഡൗട്ട് നമുക്ക് വരാം. അപ്പോൾ നിയമസംഹിതയുള്ള ലെജിസ്ലേച്ചറുള്ള യു ടി ആണെങ്കിലോ, ലെജിസ്ലേച്ചറുള്ള യു ടിയിൽ നിന്ന് ലഫ്റ്റനന്റ് ഗവർണർ ആണോ മുഖ്യമന്ത്രിയാണോ, അവിടെ നിന്ന് ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും എന്താവുക? നിതി ആയോഗിൽ അംഗമാവുക. സെറ്റ്. ഇത്രയും പോയിന്റ് ഓർത്തിരിക്കാം. ശരി, അങ്ങനെയെങ്കിൽ നിതി ആയോഗിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നിതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനെ പോലെ തന്നെ ഒരു ഉപദേശക സമിതിയാണ്, ഒരു അഡ്വൈസറി ബോഡിയാണ്. ചോദ്യം തരാം, നമുക്കതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്നൊക്കെ ചോദ്യം തരാം. അല്ല, അഡ്വൈസറി ബോഡിയാണ്, അതൊരു ഉപദേശക സമിതിയാണ്. ഓക്കെ. പിന്നീട് നമ്മുടെ നിതി ആയോഗുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള മെക്കാനിസം ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ നിതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അത് ചിലപ്പോൾ PSC എന്ത് ചെയ്യാം, ഗ്രാമീണ തലങ്ങളിൽ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നൊക്കെ പോയിന്റ് തരാം. അപ്പോൾ അവിടെ പ്ലാനിംഗ് കമ്മീഷനും നിതി ആയോഗും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അവിടെ നിന്ന് ഓർത്തിരിക്കണം. ഓക്കെ. പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നിതി ആയോഗിനില്ല. പ്ലാനിംഗ് കമ്മീഷന് എന്നാൽ കുറച്ചുകൂടി പദ്ധതികൾ ആവിഷ്കരിക്കാനും സംസ്ഥാനങ്ങൾക്ക് കുറച്ചുകൂടി ഫണ്ടൊക്കെ കൊടുക്കാനുമുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനോ അതുപോലെ പദ്ധതികൾ ആവിഷ്കരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ആർക്കില്ല? നിതി ആയോഗിനില്ല എന്നിവിടെ ഓർത്തിരിക്കണം. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഫസ്റ്റ് പറയാണ്, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. അടുത്ത പറയാണ്, ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അടുത്ത പറയുന്നു, ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട്. അടുത്ത പറയാണ്, ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഇതിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാ? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ പറയുന്ന നോർമൻ ബോർലോഗ് ആണ് ശരിക്കും ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നോർമൻ ബോർലോഗ് ആണ് അല്ലേ? ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം എവിടെയാണ്? ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് മെക്സിക്കോയിലാണ്. ഇന്ത്യയിലല്ല, ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് മെക്സിക്കോയിലാണ്. റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹരിത വിപ്ലവം അവിടെ മെക്സിക്കോയിൽ ആരംഭിക്കുന്നത് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇന്ത്യയിലും ആര് ഫണ്ട് ചെയ്തിട്ടുണ്ട്? റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഹരിത വിപ്ലവം എന്ന പേര് കൊടുക്കുന്ന വില്യം ഗൗഡാണ്. വില്യം ഗൗഡാണ് എന്ത് ചെയ്യുന്നത്? ഹരിത വിപ്ലവം എന്ന പേര് കൊടുക്കുന്ന വില്യം ഗൗഡാണ്. ഇനി അങ്ങനെയെങ്കിൽ മെക്സിക്കോയിൽ നിന്ന് പതിയെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഹരിത വിപ്ലവം വ്യാപിപ്പിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്ന് വിശേഷിപ്പിക്കുന്ന ഫിലിപ്പൈൻസിനെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്ന് വിശേഷിപ്പിക്കുന്ന ഫിലിപ്പൈൻസിനെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്ന് വിശേഷിപ്പിക്കുന്ന ഫിലിപ്പൈൻസിനെയാണ്. ഓക്കെ. പിന്നീട് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിവിടെ ചെയ്ത കാര്യം ഇങ്ങനെയാണ്. ലാൻഡ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. പിന്നെ എങ്ങനെയാണ് വിളവ് കൂട്ടാൻ പറ്റുക? ടെക്നോളജി യൂസ് ചെയ്യണം. എന്ത് ടെക്നോളജി? സെയിം ചെടിയിൽ നിന്ന് തന്നെ കൂടുതൽ വിളവ് കിട്ടണം. ഹൈ ഈൽഡ് വെറൈറ്റി ക്രോപ്പുകൾ ഉപയോഗിക്കാം. ശരിയാണ്. ഹൈ ഈൽഡ് വെറൈറ്റി ക്രോപ്പിൻ്റെ പ്രശ്നം എന്താ? രാസവളം വേണം. അതുപോലെ പ്രതിരോധശേഷി കുറവായതുകൊണ്ട് രാസ കീടനാശിനി ഉപയോഗിക്കേണ്ടി വന്നു. ശരിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്ക് ഹരിത വിപ്ലവം ഒരുപാട് ദോഷങ്ങളും ഒരുപാട് ഗുണങ്ങളും കൊണ്ടുവന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൽ 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് 1960കളുടെ പകുതി മുതൽ 1970കളുടെ പകുതി വരെ. രണ്ടാം ഘട്ടം 1970കളുടെ പകുതി മുതൽ 1980കളുടെ പകുതി വരെ. ഓർത്തിരിക്കണേ. ശരി, ഒന്നാം ഘട്ടം നമ്മൾ ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിനാണ് ഇന്ത്യയിൽ പ്രാധാന്യം കൊടുത്തത്.
രണ്ടാം ഘട്ടം നെല്ലിൻ്റെ ഉൽപ്പാദനത്തിനാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് കാരണമായി. അപ്പോൾ ചില ഭക്ഷ്യധാന്യങ്ങളുടെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഈ പറയുന്ന ഹരിത വിപ്ലവം കാരണമായി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ എല്ലാ ഭക്ഷ്യധാന്യങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി എന്നാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ തെറ്റാണ്. ഓക്കെ, ആ ഡിഫറൻസ് ഓർത്തോണേ. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, ശരിയാണ്. എല്ലാ ഭക്ഷ്യധാന്യങ്ങളുടെയും കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി, ഇല്ല, തെറ്റാണ്. ഇനി ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന എം.എസ്. സ്വാമിനാഥനാണ്. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനമാണ് ഏത്? സർബത്തി സൊറോണ. സർബത്തി സൊറോണ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനമാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. തീർച്ചയായിട്ടും ഉൽപ്പാദനം കൂടിയപ്പോൾ ഇറക്കുമതിയിലുള്ള ആശ്രയത്വമൊക്കെ കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ശരിയായത് ഓപ്ഷൻ സി 1, 2, 3 and 4 ആണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. എന്നാൽ നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു പോയി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്ന 1950 ആണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 1950 മാർച്ച് 15. ഓക്കെ, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഓർത്തിരിക്കണേ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നു. USSRൽ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിക്കുന്നത്. 1951 മുതൽ 2017 വരെ 12 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കി. അങ്ങനെയെങ്കിൽ ഈ ഇന്ത്യൻ ആസൂത്രണത്തിന് പ്രധാനമായും 4 ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ജെയിംസ് എന്ന് ഓർത്തിരുന്നാൽ മതി. ജെയിംസ്, അതിൽ G എന്ന് പറയുന്ന ഗ്രോത്ത് ആണ്. ആ ഗ്രോത്തിൽ നിന്ന് സാമ്പത്തിക വളർച്ച എന്നൊന്ന് കണക്ട് ചെയ്യുക. സാമ്പത്തിക വളർച്ച കുഴപ്പമില്ലല്ലോ. E എന്ന് പറയുന്ന ഇക്വാളിറ്റി ആണ്. അവിടെ നിന്ന് സമത്വം ഓർത്തിരിക്കാം. M എന്ന് പറയുന്നത് മോഡേണൈസേഷൻ ആണ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ആധുനികവൽക്കരണം കണക്ട് ചെയ്യാം. ആധുനികവൽക്കരണം. അപ്പോൾ എന്താ? എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ആണ്. അവിടെ നിന്നുകൊണ്ട് സ്വാശ്രയത്വം കണക്ട് ചെയ്യാം. സ്വാശ്രയത്വം. ഓക്കെ, ഇങ്ങനെ 4 ലക്ഷ്യങ്ങളാണ് എന്തിനുള്ളത്? ഇന്ത്യൻ ആസൂത്രണത്തിന് പ്രധാനമായിട്ടുമുള്ളത് ഈ 4 ലക്ഷ്യങ്ങളാണ് എന്നെന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. ഇവിടെ പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് എന്നാ? അത് 1951. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആര് എന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയി. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. 25ാമത്തെ ഗവർണർ ശക്തികാന്ത് ദാസ് ആയിരുന്നു. അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ട് സഞ്ജയ് മൽഹോത്ര 26ാമത്തെ RBI ഗവർണറായിട്ട് എന്ത് ചെയ്തു? പിന്നീട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ശരിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഗവർണർമാരെ പറ്റി ഓർത്തിരിക്കുക. നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയെ ഇവിടെ കാണാം. 26ാമത്തെ RBI ഗവർണറായിട്ടാണ് സഞ്ജയ് മൽഹോത്ര അധികാരത്തിലേക്ക് വരുന്നത്. ശക്തികാന്ത് ദാസ് 25ാമത്തെ RBI ഗവർണറായിരുന്നു. അദ്ദേഹം തുടർച്ചയായി 2 തവണ, അതായത് 6 വർഷം എന്ത് ചെയ്തു? RBI ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചു. സഞ്ജയ് മൽഹോത്രയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അടുത്ത 3 വർഷത്തേക്കാണ് സഞ്ജയ് മൽഹോത്രയെ RBI ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് RBI ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര മന്ത്രാലയം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അല്ല രാഷ്ട്രപതിയോ ഒന്നും അല്ല. RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ആ കേന്ദ്ര മന്ത്രിസഭയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. RBI ഗവർണറുടെ കാലാവധി 5 വർഷത്തിൽ കൂടാത്തൊരു കാലാവധി അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ആര് തീരുമാനിക്കും? കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കും. പക്ഷെ അവർക്ക് എന്തുണ്ട്? പുനർനിയമനത്തിന് അർഹതയുണ്ട്. വീണ്ടും എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം, റീ അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശക്തികാന്ത് ദാസിനെ അപ്പോയിന്റ് ചെയ്തിരുന്നത് 3 വർഷക്കാലത്തേക്കാണ്. പിന്നീട് എന്ത് ചെയ്തു? വീണ്ടും 3 വർഷക്കാലത്തേക്ക് അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ 6 വർഷം ശക്തികാന്ത് ദാസ് RBI ഗവർണറായിട്ട് ഇരുന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റ്, ക്ലിയർ. അങ്ങനെയെങ്കിൽ റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരാ? നമ്മുടെ ഹിൽട്ടൺ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1935 RBI വരുമ്പോൾ RBIയുടെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. ഇതിൻ്റെയൊക്കെ കോഡ് ഒരുപാട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോൺ എന്ന് വെച്ചാൽ ജനിക്കുക. അപ്പോൾ റിസർവ് ബാങ്ക് ജനിച്ചപ്പോൾ കൂടെ ജനിച്ചയാൾ, ഈ ബോൺ കണക്ട് ചെയ്ത് വയ്ക്കുക. ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് അല്ലേ? ഇന്ത്യക്കാരൻ, ദേശത്തിന് മുഖം കാണിച്ചയാൾ CD ദേശ്മുഖ്, ഇന്ത്യക്കാരനായ ഗവർണർ. കൂടുതൽ കാലം ബെനക്കൽ രാമറാവു. ഈ കല്ല് കണക്ട് ചെയ്യാം. കല്ല് പോലെ ഉറച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇരുന്നു എന്നല്ലേ? അപ്പോൾ ആ കല്ല്, ഈ കല്ലിനെ കല്ലെന്ന് വായിക്കുക. ബെനക്കൽ രാമറാവു കൂടുതൽ കാലം.
ഇനി അമിതമായിട്ട് ഘോഷിച്ച് കിടന്ന അമിതാഭ് ഘോഷിന് ഒരുപാട് കാലം ഗവർണറായിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറഞ്ഞ കാലം ഗവർണറായിരുന്നത് അമിതാഭ് ഘോഷ്. ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ ഒരു കോഡിലൂടെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം അറിയാത്തവർ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. അടുത്തിടെ 2025 ചോദിച്ചൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം. ഇവിടെ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. ഇന്ത്യയിലെ പരോക്ഷ നികുതികൾ പ്രധാനമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള പരോക്ഷ നികുതികൾ എക്സ്ക്യൂസ് മീ എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. എക്സ്ക്യൂസ് മീ എന്താ? പരോക്ഷ നികുതികളാണ്. പക്ഷേ നമ്മൾ നേരിട്ട് നികുതി അടയ്ക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ കടയിൽ പോയി ഫുഡ് കഴിച്ചപ്പോൾ അതിൻ്റെ ബില്ല് അടച്ചു, അറിയാതെ അതിൻ്റെ കൂടെ ടാക്സ് അടയ്ക്കുന്നുണ്ട്, അത് പരോക്ഷ നികുതിയാണ്. ഓക്കെ, ഇനി നമുക്ക് വരുമാനമുണ്ട്, നമുക്ക് നല്ല വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻകം ടാക്സ് അടയ്ക്കുന്നു. ആ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് പ്രത്യക്ഷ നികുതിയാണ്. ആ നികുതി നമ്മൾ നേരിട്ട് അടയ്ക്കുന്നു. ശരിയാണ്. അപ്പോൾ പരോക്ഷ നികുതികൾക്ക്, ഇന്ത്യയിലെ പരോക്ഷ നികുതികൾക്ക് എക്സാമ്പിൾ എക്സ്ക്യൂസ് മീ എന്ന് ഓർത്തിരിക്കാം. അതിൽ എക്സ് എന്ന് പറയുന്നത് എക്സൈസ് നികുതി. ഓക്കെ, CU എന്ന് പറയുന്നത് കസ്റ്റംസ് നികുതി. ഇനി എസ്, രണ്ടാൾക്കാരെ ഓർക്കണം, സെയിൽസും സർവീസും. മലയാളത്തിൽ സേവന നികുതിയും അതുപോലെ വിൽപ്പന നികുതി. ഇനി M, മാർക്കറ്റ് ടാക്സ് ആണ്, വാല്യൂ ആഡഡ് ടാക്സ്, പരസ്യ നികുതികൾ, പ്രവേശന നികുതികൾ, അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഈ എന്റർടൈൻമെന്റ് ടാക്സ് ആണ്, അതായത് വിനോദ നികുതി. ഇതെല്ലാം എന്താണ്? പരോക്ഷ നികുതികളാണ്. എങ്കിൽ പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിൾ പറയാമല്ലോ. പ്രത്യക്ഷ നികുതി, വരുമാന നികുതി ഒരു പ്രത്യക്ഷ നികുതിയാണ്. ഇനി അതുപോലെ തന്നെ നമുക്കിപ്പോൾ കോർപ്പറേറ്റ് ടാക്സ്, കമ്പനികൾ അവരുടെ ലാഭത്തിന് മേളിൽ അടയ്ക്കുന്ന നികുതി, കോർപ്പറേറ്റ് നികുതി, ഇതെല്ലാം എന്താണ്? പ്രത്യക്ഷ നികുതിയാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടയ്ക്കുന്ന വീട്ടുകരം, ബിൽഡിംഗ് ടാക്സ്, ഇതൊക്കെ എന്താ? പ്രത്യക്ഷ നികുതികളാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. എക്സൈസ് വരില്ല, വിൽപ്പന വരില്ല, കസ്റ്റംസ് വരില്ല. നമുക്ക് ഓർക്കാം, വരുമാന നികുതി. ഇനി ഇന്ത്യയിലെ ഈ പരോക്ഷ നികുതികളെല്ലാം കൂടി ലയിപ്പിച്ചു കൊണ്ടുവന്ന ആളാണ് ആര്? GST. 2017 GST നിലവിൽ വരുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതിൽ പരോക്ഷ നികുതി ആര് ലയിച്ചിട്ടില്ല? ഈ കസ്റ്റംസ് ടാക്സ് ലയിച്ചിട്ടില്ല എന്നുകൂടി ഓർത്തിരിക്കണേ. ഒരു പ്രത്യക്ഷ നികുതിയും GST ലയിച്ചിട്ടില്ല. അതിനോടൊപ്പം പരോക്ഷ നികുതികളിൽ കസ്റ്റംസ് ടാക്സ് എന്ത് ലയിച്ചിട്ടില്ല? GST ലയിച്ചിട്ടില്ല എന്നുകൂടി എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നബാർഡ് സ്ഥാപിതമായ വർഷം എന്നാണ് ചോദ്യം. എന്നാൽ 1982 ജൂലൈ 12 എന്ത് ചെയ്യുന്നു? നബാർഡ് രൂപീകരിക്കപ്പെട്ടു. ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്. ശിവരാമൻ. നമുക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശിവനെ രാമനെയൊക്കെ ഓർക്കുക, അല്ലേ? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ശിവരാമൻ കമ്മിറ്റി, നബാർഡ്. ശരി, 1982 ജൂലൈ 12 നബാർഡ് വന്നു. ഈ നബാർഡിൽ 6 സൈലന്റ് അല്ലേ? അവിടുന്ന് 6ാം പഞ്ചവത്സരത്തിൽ കണക്ട് ചെയ്യുക. 6th 5-year പ്ലാനിലാണ് ആര് വരുന്നത്? നബാർഡ് വരുന്നത്. ശിവരാമൻ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ക്രാഫി കാർഡ്. അതും കൂടെ ഓർത്തിരിക്കുക, ക്രാഫി കാർഡ്. B ശിവരാമൻ കമ്മിറ്റി എന്നാണ് കേട്ടോ. B ശിവരാമൻ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ യഥാർത്ഥ പേര് ക്രാഫി കാർഡ് എന്നായിരുന്നു. അതിനെ ഹെഡ് ചെയ്ത ആളുടെ പേരാണ് B ശിവരാമൻ. ഇനി നബാർഡിന്റെ ജോലിയാണ് ഇന്ത്യയിലെ RRBകളെയൊക്കെ നിയന്ത്രിക്കുന്ന ജോലി. റീജിയണൽ റൂറൽ ബാങ്കുകളെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ കാർഷിക വായ്പ കൊടുക്കുന്ന ബാങ്കുകളെയൊക്കെ നിയന്ത്രിക്കുക. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? നബാർഡാണ്. എങ്കിൽ എൻ്റെ ഒരു ചോദ്യം, RRB എന്ന നിലവിൽ വരുന്നത്? RRB നിലവിൽ വരുന്ന 1975 ഏത് കമ്മിറ്റി? നരസിംഹൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് RRB വരുന്നത്. ഗ്രാമീൺ ബാങ്കുകളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് യൂനസ് ആണ്, അല്ലെ? ഈ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, നേരത്തെ നമ്മൾ പറഞ്ഞുപോയി, ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ്. 14ാമത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആണ് അജയ് ബംഗ. ഇന്ത്യക്കാരനാണ് എന്ന് ഓർത്തിരിക്കാൻ. അടുത്തൊരു ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടക്കുന്ന 1881 അപ്പോൾ ഇന്ത്യയുടെ സെൻസസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് ലോർഡ് മയോയുടെ കാലഘട്ടത്തിലാണ്. അത് 1872 ഇനി ആദ്യത്തെ ഒഫീഷ്യൽ സെൻസസ്, ഔദ്യോഗികമായ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് അത് 1881. ഇത് ഓർത്തിരിക്കണേ. ഇന്ത്യയിലെ ആദ്യ സെൻസസ് മയോയുടെ കാലഘട്ടത്തിൽ 1872 നടന്നു. ഒരു ഒഫീഷ്യൽ സെൻസസ് ഔദ്യോഗികമായിട്ട് നടക്കുന്നത് റിപ്പന്റെ സമയത്താണ്, 1881.
ഇനി 1901 ശേഷം ഇന്ത്യയിൽ ഓരോ 10 വർഷത്തിന് ശേഷവും എന്ത് ചെയ്തു? സെൻസസ് നടപ്പിലാക്കി തുടങ്ങി. ശരിയാണ്. പിന്നീട് 2011 സെൻസസ് കടന്നു. ശരിയാണ്, അതാണ് ലാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത്. അതിനുശേഷം 2021 നമുക്ക് സെൻസസ് നടന്നിട്ടില്ല. അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു 2011 സെൻസസിന്റെ സ്ലോഗൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. സുവർണ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാ? ഹോർട്ടിക്കൾച്ചറുമായിട്ടാണ്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് പഴം പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിലുണ്ടായ വർധനവാണ് ഏത്? ഹോർട്ടിക്കൾച്ചർ അല്ലേ? നമ്മൾ ശരിക്കും എന്ത് ചെയ്യാണ്? സൺലൈറ്റിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടൊരു ടെൻ്റൊക്കെ എന്ത് ചെയ്യുന്നു? പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടെൻ്റൊക്കെ നിർമ്മിക്കുന്നു. അതിനുശേഷം ഗ്രാഫ്റ്റിങ് മറ്റ് ടെക്നോളജികളിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്? ആ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. അതാണ് ഹോർട്ടിക്കൾച്ചർ. പഴം പച്ചക്കറിയിലുണ്ടായ വർധനവാണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? സുവർണ വിപ്ലവം എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക, ഇന്ത്യയിൽ പാലുൽപാദനത്തിലുണ്ടായ വർധനവിനെ ധവള വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ആ കളറുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കണം കേട്ടോ. ശരി, മത്സ്യ ഉൽപാദനത്തിലുണ്ടായ വർധനവ് നീല വിപ്ലവം. കടലിന്റെ നിറം നീലയാണല്ലോ, അപ്പം മത്സ്യം നീല ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. മുട്ടയുടെ നിറം ഒരു സിൽവർ കളർ എന്ന അർത്ഥത്തിൽ രജത വിപ്ലവം. ഇനി മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. എണ്ണക്കുരുക്കളുടെയൊക്കെ ഒരു അകത്തെ കളർ യെല്ലോ കളർ ആണെന്ന് ഓർത്തിരിക്കാം. ഫൈബർ പരുത്തിയായിട്ട് കണക്ട് ചെയ്യാം, പരുത്തിയുടെ ഉൽപാദനം. ചുവപ്പ് വിപ്ലവം മാംസം തക്കാളി, രണ്ടിനും ചുവപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് ചുവപ്പ് വിപ്ലവം മാംസം തക്കാളി. സ്വർണ്ണ വിപ്ലവം അല്ലെങ്കിൽ സുവർണ വിപ്ലവം പഴം പച്ചക്കറി, പഴത്തിന്റെ കളറുമായിട്ട് കണക്ട് ചെയ്താൽ മതി. കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തിനുണ്ടായ വർധനവാണ് ഏത്? ഹരിത വിപ്ലവം നമ്മൾ നേരത്തെ പറഞ്ഞു. ശരിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം തന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിവിടെ നിതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഈ ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, തുടർന്ന് നാളത്തെ എക്സാം ടെൻഷൻ അടിക്കാതെ വളരെ ഫ്രീ ആയിട്ട് പോയിരുന്നു എന്ത് ചെയ്യുക? ആ എക്സാം എഴുതുക. എക്സാം എല്ലാവർക്കും വളരെ എളുപ്പമായിരിക്കട്ടെ എന്നെന്ത് ചെയ്യുന്നു? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നെഗറ്റീവുകൾ ഇല്ലാതെ പരമാവധി എന്ത് ചെയ്യുക? ആൻസറുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.